ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതി ശ്രുതിയുടേതെന്ന് പറയുന്ന പാർലറിൽ എത്തിച്ചേരുകയാണ്. അവിടെ നിന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനെയെല്ലാം ഒത്തിരി ഭരണം നടത്തുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇത് ആ ബ്യൂട്ടി പാർലറിൻ്റെ യഥാർത്ഥ ഓണറായ ലേഡി എല്ലാം കാണുന്നുണ്ട്. എന്നാലും ചന്ദ്രമതിയുടെ ഈ കാട്ടിക്കൂട്ടലുകളൊന്നും അവർ മൈൻഡേ ചെയ്യുന്നില്ല. എന്നാൽ പിന്നീട് ചന്ദ്രമതിയുടെ കാട്ടിക്കൂട്ടലുകളൊക്കെ ഓവറാകുമ്പോൾ ആ ലേഡി ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുകയാണ്. ചന്ദ്രമതിയോട് ആ ലേഡി ദേഷ്യപ്പെടുമ്പോൾ ചന്ദ്രമതി ഉണ്ടോ വിട്ടുകൊടുക്കുന്നു. ചന്ദ്രമതിയും വളരെ അധികാരപൂർവ്വം ആ ലേഡിയോട് ദേഷ്യപ്പെടുകയും ഒച്ചപ്പാടുണ്ടാക്കുകയൊക്കെ ചെയ്യുകയാണ്. ചന്ദ്രമതിയുടെ വിചാരം ഇത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ ആണെന്നാണല്ലോ. അതുകൊണ്ട് ചന്ദ്രമതി വളരെ അധികാരപൂർവ്വമാണ് ആ ലേഡിയോട് ഭരണം നടത്തുന്നത്. എന്നാലും ചന്ദ്രമതിയോട് ആ ലേഡിയും വിട്ടുകൊടുക്കുന്നില്ല. ലേഡിയും അതുപോലെ തന്നെ നല്ലത് പറയുന്നുണ്ട്. ശ്രുതി ചന്ദ്രമതി വരുന്നത് നേരത്തെ കണ്ടിരുന്നെങ്കിലും ശ്രുതി അവിടുന്ന് മുങ്ങുകയാണ്. ശ്രുതിയുടെ ഫ്രണ്ടിനെ ബ്യൂട്ടി പാർലറിലെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് ശ്രുതിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, കാരണം പെട്ടെന്നാണ് ചന്ദ്രമതിയുടെ വരവ്. അതുകൊണ്ട് ശ്രുതിക്ക് നുണയോ പറയാനോ അതിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനൊന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ട് ശ്രുതി അവിടുന്ന് മുങ്ങുകയാണ്. എന്തായാലും ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരു എപ്പിസോഡാണ്. അങ്ങനെ ചന്ദ്രമതി രാവിലെ കുളിച്ചൊരുങ്ങി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ, നീ എങ്ങോട്ട് ഈ രാവിലെ പോകുന്നേ? രവിയേട്ടന് എൻ്റെ ഫ്രണ്ട് സുഷ്മേനെ അറിയത്തില്ലേ? അവൾ ഗൾഫിൽ നിന്നൊക്കെ വന്നു. അവൾക്ക് ഇഷ്ടംപോലെ സ്ഥലവും ആസ്തിയും ഒക്കെയുണ്ട്. 3-4 വീട് തന്നെയുണ്ട്. നമ്മൾ അവളുടെ 4ാമത്തെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് പോയിരുന്നു. രവിയേട്ടന് അത് ഓർമ്മയില്ലേ? അപ്പോൾ അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവൾ ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ഒരുങ്ങുന്നത്. ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതിന് നീ എന്തിനാ ഇത്രയും നല്ല സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങിയിരിക്കുന്നത്? അവൾ ഇങ്ങോട്ടല്ലേ വരുന്നത്? അതെ, അവൾ ഇങ്ങോട്ടാണ് വരുന്നത്. പക്ഷേ അവൾ നല്ല വില കൂടിയ സാരിയൊക്കെ ആയിരിക്കല്ലേ ഉടുക്കുന്നത്. അപ്പം ഞാനും അതുപോലെ തന്നെ ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഒരുങ്ങിയിരിക്കണ്ടേ എന്ന് പറയുകയാണ് ചന്ദ്ര. അതെ, ഇത് വർഷയുടെ അമ്മ വാങ്ങി തന്ന സാരിയാണ്. 25,000 രൂപയുടെ സാരിയാണ്. എങ്ങനെയുണ്ട് രവിയേട്ടാ ഈ സാരി? ഞാൻ ഉടുത്തിട്ട് നല്ല ഭംഗിയുണ്ടോ? സാരിയുടെ വിലയിലൊക്കെ എന്തിരിക്കുന്നു ചന്ദ്രേ? നാണം മറയ്ക്കാനല്ലേ നമ്മൾ തുണി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിലും ഒരിക്കലും രവിയേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയില്ല എന്ന് പറയുകയാണ് ചന്ദ്ര. പിന്നെ രവിയേട്ട, എനിക്ക് എന്തായാലും ബ്യൂട്ടി പാർലറിൽ കൂടി ഒന്ന് പോകണം. എന്തായാലും സുഷ്മ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അവളും അവളുടെ മരുമക്കളും എല്ലാം വരുന്നുണ്ട്. അവർ വന്നാൽ എന്തായാലും ലക്ഷക്കണക്കിന് പൈസ തന്നെ പൊട്ടിക്കും. അത് നമ്മുടെ ബ്യൂട്ടി പാർലറിലായ എന്താ കുഴപ്പം? ശ്രുതിക്ക് അതൊരു നല്ല വലിയ കാര്യമാവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ചന്ദ്ര പറയുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, അത് നമ്മുടെ ബ്യൂട്ടി പാർലറിന് ഇവൾ എന്ത് അധികാരത്തോടെയാണ് പറയുന്നത്? അത് നമ്മുടെ അല്ലെന്നുള്ള കാര്യം ഇവൾ മനസ്സിലാക്കുമോ എന്നൊക്കെ വിചാരിക്കുകയാണ് രവീന്ദ്രൻ. ഈ സമയത്താണ് പുറത്തുനിന്ന് ഹോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ചന്ദ്രമതിയാണെങ്കിൽ ധൃതിയോടെ വാതിൽ തുറക്കാൻ പോവുകയാണ്. രേവതി, ജ്യൂസ് എടുത്ത് വെക്ക് എന്നൊക്കെ പറഞ്ഞ കേട്ടോ ചന്ദ്രമതി ധൃതിയോടെ വാതിൽ തുറക്കുന്നത്. അങ്ങനെ വാതിൽ തുറന്നതും ചന്ദ്രമതി കാണുന്നത് സുഷ്മേനെയാട്ടോ. സുഷ്മയെ കണ്ടതും, ആ സുഷ്മേ, കയറി വാ, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ നിന്നെക്കുറിച്ച് പറഞ്ഞ് നാക്ക് വായിലിട്ടതേ ഉള്ളൂ. അയ്യോ, അതെന്താ നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞത്? വല്ല കുറ്റമാണോ എന്നൊക്കെ സുഷ്മ പറയുമ്പോൾ, അതല്ല സുഷ്മേ, ഞങ്ങൾ പറഞ്ഞത് രവിയേട്ടൻ ചോദിക്കുകയായിരുന്നു നീ എന്തിനാ അവരുടെ കൂടെ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ ചന്ദ്രേട്ടനോട് പറയുമായിരുന്നു, അത് നമ്മുടെ പാർലറിലോട്ടല്ലേ ഞാൻ സുഷ്മേനെ കൊണ്ടുപോകുന്നതെന്ന്. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. വരുന്ന വഴിക്ക് ഞാൻ കുറേ പേരോട് നമ്മുടെ പാർലറെക്കുറിച്ച് ഒന്ന് സംസാരിച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ആ പാർലർ നല്ല അടിപൊളി പാർലറാണ്, നല്ല സർവീസാണ് അവിടെ ചെയ്യുന്നതെന്ന്. ഇങ്ങനെ സുഷ്മ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, നല്ലതല്ലാതെ ഇരിക്കുമോ സുഷ്മേ? 1000 എണ്ണിക്കൊടുത്തിട്ടാണ് എൻ്റെ ശ്രുതി അവിടെ കുറേ സ്റ്റാഫുകൾ നിർത്തിയിരിക്കുന്നത്. ശരി, ഏതായാലും നീ വലിയ കോടീശ്വരി ആയല്ലോ. പണ്ട് മുതലേ നിനക്ക് വലിയ കോടീശ്വരി ആകണമെന്നായിരുന്നല്ലോ വിചാരം. എന്തായാലും നിനക്ക് സുഖം തന്നെയല്ലേ രവിയേട്ടന് സുഖം തന്നെയല്ലേ? ആ, സുഖമായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രമതി ആണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട്, രേവതി, ഇതുവരെ ജ്യൂസ് ആയില്ലേ? ജ്യൂസ് വേഗം കൊണ്ടുപോവാ. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുകയാണ്, ശരിയമ്മേ, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാമെന്നും പറഞ്ഞ് രേവതി ജ്യൂസും കൊണ്ട് വരികയാണ്. രേവതിയെ കാണുമ്പോൾ സുഷ്മ ചോദിക്കുന്നുണ്ട്, ഇത് ഇവിടുത്തെ സെർവൻ്റ് ആണോ? അപ്പോൾ ചന്ദ്രമതി പറയുകയാണ്, ആ, അതെ, ഇവിടുത്തെ സെർവൻ്റ് ആണ്.
ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ ആകെ വിഷമമാവുകയാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇത് ഇവിടുത്തെ സെർവൻ്റ് ഒന്നുമല്ല, എൻ്റെ മരുമകളാണ്, എൻ്റെ സച്ചിയുടെ ഭാര്യയോ. ഓ, സച്ചിയുടെ ഭാര്യയാണോ? എന്നിട്ട് ചന്ദ്രമതി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ ചന്ദ്രൻ, നിൻ്റെ മരുമകളല്ലേ അവളെക്കുറിച്ച് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സുഷ്മ ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുകയാണ്, നീ കൂടുതലൊന്നും ചോദിക്കേണ്ട, എനിക്ക് അവളെ തീരെ ഇഷ്ടമില്ല. എൻ്റെ കണക്കൂട്ടലിൽ അവൾ ഇവിടുത്തെ സെർവൻ്റ് തന്നെയാണ്. ഓ, നിൻ്റെ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റവും ഇല്ലേ ചന്ദ്രേ എന്ന് സുഷ്മ പറയുന്നുണ്ട്. എന്നിട്ട് സുഷ്മ ചോദിക്കുന്നുണ്ട്, മോളിപ്പോൾ എന്ത് ചെയ്യുക? മോൾക്ക് എന്താ ജോലി? എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അതെ, ജോലി ചെയ്യുന്നുണ്ട്, അവൾക്ക് കളക്ടർ ഉദ്യോഗമാണ് എന്ന് ചന്ദ്രമതി പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, മിണ്ടാതിരിക്കും ചന്ദ്രേ, അവൾക്ക് ചെറിയൊരു ജോലിയുണ്ട്, ആ സൈഡിൽ ഒരു പൂക്കട കണ്ടില്ലേ, അത് അവളുടെ പൂക്കടയാണ്. ഓ, പൂ കെട്ടിയാണോ മോള് ജോലി ചെയ്യുന്നത്? അതെ അതെ എന്ന് രേവതി പറയുമ്പോൾ, ഓ, അത് നല്ല ജോലിയാണല്ലോ, നല്ല തിരക്കും ഉണ്ടല്ലോ അവിടെ എന്നൊക്കെ പറയുകയാണ് സുഷ്മ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ചെറിയൊരു പെട്ടിക്കട നടത്തി അതിലൊരു പൂ കെട്ടി, എന്താ നല്ല ജോലി? അന്നേരം സുഷ്മ പറയുകയാണ്, നിനക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെടില്ല ചന്ദ്രൻ, നിൻ്റെ വിചാരം അതൊന്നും നല്ല ജോലിയല്ലെന്നാണ്. പക്ഷേ അവനവൻ്റെ കഴിവിലുള്ള ജോലിയാണ് ഏറ്റവും നല്ല ജോലി. അവളുടെ കഴിവിനനുസരിച്ചുള്ള ജോലി ചെയ്യുന്നു. നിനക്ക് പണ്ടേ പൈസ ഇല്ലാത്തവരെ തീരെ ഇഷ്ടമില്ല, അത് പണ്ട് മുതലുള്ള നിൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ നിനക്ക് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലേ ചന്ദ്രേ എന്നൊക്കെ ചന്ദ്രമതിയോട് സുഷ്മ ചോദിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതുപോട്ടെ, ഇളയ മോൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞു, പെട്ടെന്നായിരുന്നു കല്യാണം, ലവ് മാരേജ് ആയിരുന്നു, അതുകൊണ്ട് ആരെയും വിളിക്കാനൊന്നും പറ്റിയില്ല. ഇനി നാട്ടിൽ ഒരു റിസപ്ഷനൊക്കെ നടത്തുന്നുണ്ട്, അതിന് എല്ലാവരെയും വിളിക്കണം. അതിന് ഇപ്പോൾ അവർ ഗൾഫിലാണ്, ഗൾഫിൽ നിന്ന് തിരിച്ച് വന്നിട്ടാണ് റിസപ്ഷനൊക്കെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ സുഷ്മ പറയുമ്പോൾ, ഓ, അപ്പോൾ ഇളയ മരുമകൾ ഭയങ്കര കോടീശ്വരി ആയിരിക്കും അല്ലേ എന്നൊക്കെ ചന്ദ്രമതി പറയുകയാണ്. അപ്പോൾ സുഷ്മ പറയുന്നുണ്ട്, കോടീശ്വരി ഒന്നും അല്ല ചന്ദ്രേ, ഒരു തയ്യൽ കടക്കാരൻ്റെ മകളാണ്. ചിലപ്പോൾ രവിയേട്ടൻ അറിയുമായിരിക്കും, ആ സെൻട്രലിൽ വർക്ക് ചെയ്യുന്ന തയ്യൽ കടയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരാളില്ലേ, അയാളുടെ മകളാണ് എൻ്റെ 4ാമത്തെ മോൻ കിട്ടിയിരിക്കുന്നത്. അയ്യേ, തയ്യൽ കടക്കാരൻ്റെ മകളെയോ? നിനക്ക് എന്താ സുഷ്മയെ പറ്റിയതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ സുഷ്മ പറയുന്നുണ്ട്, അതിനെന്താ കുഴപ്പം, തയ്യൽ കട നടത്തുന്നതിന് എന്താ കുഴപ്പം? എൻ്റെ ബാക്കി മക്കളും കെട്ടിയിരിക്കുന്നതും അതുപോലെ തന്നെയാണ്, പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെയാണ് കെട്ടിയിരിക്കുന്നത്, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് സുഷ്മ ചോദിക്കുകയാണ്. ചന്ദ്രയോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സുഷ്മി. ചന്ദ്രയ്ക്ക് ഇതൊന്നും മനസ്സിലാകില്ല. കാരണം ചന്ദ്ര മരുമക്കളെയും കൊണ്ട് കോടീശ്വരി ആകാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഇവളോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ രവീന്ദ്രൻ. ശരി ശരി, എന്തായാലും അതൊക്കെ പോട്ടെ, ഞങ്ങളെന്തായാലും ഇറങ്ങാൻ പോവുകയാണ് രേവതി, ഞങ്ങളെന്തായാലും ഇറങ്ങുക കേട്ടോ. നിൻ്റെ ബാക്കിയുള്ള മരുമക്കളെയും മക്കളെയൊന്നും കാണാൻ പറ്റിയില്ല, എന്തായാലും പിന്നെ ഒരു ദിവസം വന്ന് കാണാം, എന്തായാലും നമുക്ക് ഇറങ്ങാൻ ചന്ദ്രേ എന്ന് പറഞ്ഞ് അവർ ബ്യൂട്ടി പാർലറിലേക്ക് പോവുകയാണ്. അങ്ങനെ ചന്ദ്രമതിയും സുഷ്മയും കൂടി കാറിൽ നിന്ന് ഇറങ്ങി വരികയാണ്. സുഷ്മയാണെങ്കിൽ ബ്യൂട്ടി പാർലർ കണ്ടിട്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ചന്ദ്രമതി, നല്ല അടിപൊളി ബ്യൂട്ടി പാർലർ ആണല്ലോ, നല്ല അടിപൊളിയാണല്ലോ, നിൻ്റെ പേരാണ് ബ്യൂട്ടി പാർലറിന് ഇട്ടിരിക്കുന്നതെന്നല്ലേ പറഞ്ഞത്, എനിക്കെല്ലാം കൂടി ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയും സുഷ്മയും കൂടെ സ്റ്റെപ്പ് കയറി വരികയാണ്. ആ സമയത്താണ് ശ്രുതിയുടെ കൂട്ടുകാരി താഴോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ചന്ദ്രമതിയെ ശ്രുതിയുടെ കൂട്ടുകാരി കാണുന്നുണ്ട്. ശ്രുതിയുടെ കൂട്ടുകാരി ധൃതിയിൽ ഓടിച്ചെന്ന് ശ്രുതിയോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ശ്രുതി, നിൻ്റെ അമ്മായിയമ്മയും കൂടെ വേറൊരാളും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരിവിടെ എത്തിക്കഴിഞ്ഞാൽ നിൻ്റെ കള്ളത്തരങ്ങളെല്ലാം വെളിച്ചത്താകും. ഗ്രീൻ ബ്രാൻഡ് എന്നാണ് ബ്യൂട്ടി പാർലറിൻ്റെ പേരെന്നും ചന്ദ്രമതി എന്നല്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാകും. അതുപോലെ ഇതിൻ്റെ ഓണർ ഇപ്പോൾ ഇവിടെ എത്തുകയും ചെയ്യും. നീ എന്തെങ്കിലും കാര്യം ചെയ്യ് എന്നൊക്കെ കൂട്ടുകാരി പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ, അവരോട് വിളിച്ചിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞതാ, അവരതൊന്നും ചെയ്തില്ല, ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്കിനിയിപ്പോൾ ഇത്രയും പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ തൽക്കാലം ഇവിടുന്ന് മാറി നിൽക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ നീ ഹാൻഡിൽ ചെയ്യൂ. അയ്യോ, ഞാൻ എന്താ ഹാൻഡിൽ ചെയ്യേണ്ടേ? എന്തെങ്കിലും നീ ചെയ്യുമെന്നും പറഞ്ഞ് ശ്രുതി അവിടുന്ന് മാറുകയാണ്. അങ്ങനെ സുഷ്മയും ചന്ദ്രമതിയും കൂടെ ബ്യൂട്ടി പാർലറിൻ്റെ ഉള്ളിൽ എത്തിച്ചേരുകയാണ്. എന്നിട്ട് സുഷ്മ പറയുന്നുണ്ട്, ഹായ്, നല്ല അടിപൊളി ബ്യൂട്ടി പാർലറിലാണല്ലോ ചന്ദ്രമതി, നല്ല അടിപൊളിയാണല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ. അല്ല ചന്ദ്രമതി, ഇവിടെ നിൻ്റെ പേരൊന്നും കാണുന്നില്ലോ, ഗ്രീൻ ബ്രാൻഡ് എന്നാണല്ലോ ഇവിടെ കാണുന്നത്, നിൻ്റെ പേര് എഴുതിയിട്ടുണ്ടെന്നല്ലേ നീ പറഞ്ഞത്, എന്നിട്ട് അതൊന്നും കാണുന്നില്ലോ. അപ്പോൾ ചന്ദ്രമതി പറയുകയാണ്, അയ്യോ, എൻ്റെ പേരായിരുന്നല്ലോ, പിന്നെ ഇതെന്തു പറ്റി, ഇതെന്താ ഇവർ മാറ്റിയത് എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട്. ആ സമയത്താണ് ശ്രുതിയുടെ കൂട്ടുകാരി അവരുടെ അടുത്തോട്ട് വരുന്നത്. ആൻറ്റിക്ക് സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു മോളെ. ശ്രുതി ഇവിടെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ശ്രുതി പുറത്തു പോയിരിക്കുകയാണ് ആൻറ്റി, ഇപ്പോൾ വരും എന്ന് പറയുന്നുണ്ട്. ഓക്കെ സുഷ്മേ, നീ എന്നാലേ നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്, എൻ്റെ മരുമകൾ വരുമ്പം ഞാൻ അവളെ നിനക്ക് പരിചയപ്പെടുത്തി തരാം എന്ന് പറയുകയാണ്.
അല്ല മോളെ, ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ എന്ത് ചെയ്യേ? ഒരു 8-10 സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ എന്ത് ചെയ്യേ? ആ സ്റ്റാഫും ഉണ്ടായിരുന്നു ആൻറ്റി. ഇവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ കല്യാണമാണ്. അങ്ങനെ അവരെല്ലാവരും ആ കല്യാണത്തിന് പോയിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ലീവ് എടുത്തിരിക്കുകയാണ്. പിന്നെ ഇന്ന് ഒരു ദിവസം അല്ലേന്ന് വിചാരിച്ച് ശ്രുതി എല്ലാവർക്കും ലീവ് കൊടുത്തു എന്ന് പറയുകയാണ് കൂട്ടുകാരി. അല്ല, ഇപ്പം ഇവിടെ ആരും ഇല്ലേ? അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു ചന്ദ്രമതി ചോദിക്കുമ്പോൾ, അല്ല ആൻറ്റി, 1-2 പേരൊക്കെ ഇവിടെയുണ്ട്, അവരെന്തായാലും ചെയ്തോളൂ. ആ ശരി ശരി, എന്താണെങ്കിലും സുഷ്മയുടെ കാര്യങ്ങളൊക്കെ അവരെ വിളിച്ച് ചെയ്യിക്കുന്നു പറയുകയാണ് ചന്ദ്രമതി. ആ സമയത്ത് ഒരു നേപ്പാളി കുട്ടി സ്റ്റാഫ് അതിലേ വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവക്കൊക്കെ വൃത്തിയുണ്ടോയെന്ന് ആർക്കറിയാം, ഇവിടെ കൈയൊക്കെ നല്ല വൃത്തിയുണ്ടോയെന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകാരി പറയാണ്, ആൻറ്റി അവർക്ക് നമ്മളെക്കാട്ടിലും വൃത്തിയുണ്ട്, അവർ നമ്മളെക്കാട്ടിലും നല്ല രീതിയിലാണ് നടക്കുന്നത്. ഓ ആ ശരി ശരി. അന്നേരമാണ് വേറൊരു സ്റ്റാഫ് അതിലേ വരുന്നത്. ഓ ഇങ്ങനെ വെറുതെ ചുമ്മാതെ നടന്നാൽ മതിയോ? എന്തെങ്കിലുമൊക്കെ പണി ചെയ്യേ. എൻ്റെ മരുമോള് ഒത്തിരി പൈസ തരുന്നല്ലേ, മാസം 10-30,000 രൂപ വേണം തരാൻ. അതൊക്കെ വെറുതെ മേടിച്ചാൽ മതിയോ? എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമെന്ന് പറയുമ്പോൾ സുഷ്മ പറയുകയാണ്, ചന്ദ്രൻ നീ ഒന്നും മിണ്ടാതിരിക്കുക, അവരവരുടെ കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൂട്ടുകാരി സുഷ്മയോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണ്ടേ? എനിക്കൊന്ന് ഹെയർ സ്മൂത്തിങ് ചെയ്യണം, ഫേഷ്യൽ ചെയ്യണം, പിന്നെ ഈ നെയിലൊക്കെ ഒന്ന് വൃത്തിയാക്കണം, പെഡിക്യൂർ ചെയ്യണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ 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 മാഡം എന്ന് പറഞ്ഞ് ശ്രുതിയുടെ കൂട്ടുകാരി പോകാനൊരുങ്ങുമ്പോൾ ചന്ദ്രമതി പറയുകയാണ്, ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ ഈ സുഷ്മ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മൊത്തത്തിൽ എത്ര പൈസയാകും ആൻറ്റി? ഒരു 10-30,000 രൂപയാവും. ഓ 30,000 രൂപയോ? അവൾ ഈ 30,000 രൂപ വെറുതെ ഇവിടെ കൊണ്ടുപോയി കളയുകയാണോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട്, ആൻറ്റി ഇതിനൊക്കെ നല്ല പണിയുണ്ട്, ഒത്തിരി എഫേർട്ട് എടുക്കണം ഇതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണമെങ്കിൽ. ആ ശരി ശരി, എല്ലാം നടക്കട്ടെ എന്ന് പറയുകയാണ്. ആ സമയത്താണ് ബ്യൂട്ടി പാർലറിൻ്റെ യഥാർത്ഥ ഓണർ അവിടെ എത്തിച്ചേരുന്നത്. ഇത് കാണുമ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരിക്ക് വളരെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ആ ലേഡിയെ കണ്ട് ചന്ദ്രമതി ചിരിക്കുന്നുണ്ടെങ്കിലും ആ ലേഡി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കണം, ഓ എന്തൊരു അഹങ്കാരം ഇവക്ക്, ഇവളുടെ വിചാരം ഇവളുടെയാണ് ഈ ബ്യൂട്ടി പാർലർ എന്നാ, ഇത് എൻ്റെ മരുമകളുടെയാണെന്നുള്ള കാര്യം ഇവക്ക് അറിയത്തില്ലല്ലോ, ഇതിൽ എൻ്റെ പേരാ ഇട്ടിരിക്കുന്നതെന്നുള്ള കാര്യം ഇവക്ക് അറിയത്തില്ല. ആ എന്തായാലും സാരമില്ല, അതൊക്കെ പോട്ടെ, ഇവളുടെ ഒരു കാര്യവും ചെയ്തു കൊടുക്കരുതെന്ന് എനിക്കിവിടെ പറയണം എന്നൊക്കെ ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുക കേട്ടോ. എന്നിട്ട് കൂട്ടുകാരിയോട് ചോദിക്കുന്നുണ്ട്, മോളെ ശ്രുതി ഇപ്പോൾ വരാറായോ? ഇല്ല ആൻറ്റി, കുറച്ച് സമയം എടുക്കും. ഓ കുറേ സമയം എടുക്കുമോ? എന്തായാലും എന്ത് ചെയ്യുമോ, ഞാനാണെങ്കിൽ അവളെ വിളിച്ചിട്ടൊട്ട് കിട്ടുന്നുമില്ല. ആ മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ വന്ന ആ ലേഡി ഇല്ലേ, ആ ലേഡിക്ക് നിങ്ങളൊന്നും ചെയ്തു കൊടുക്കണ്ട കേട്ടോ. ഇനി ചെയ്തു കൊടുക്കുകയാണെങ്കിലും വലിയ ആത്മാർത്ഥതയോടെ ഒന്നും ചെയ്തു കൊടുക്കണ്ട. അവൾക്ക് ഇച്ചിരി അഹങ്കാരവും ഗമയും കൂടുതലാണ്. ഓ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കൂട്ടുകാർ മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ ഇവർ ആ മേഡത്തിനെ കുറിച്ചാണല്ലോ പറയുന്നത്. എന്നാൽ ഈ സമയത്ത് ആ ലേഡി ചന്ദ്രമതിയെ നോക്കുന്നുണ്ട്. ചന്ദ്രമതിയാണെങ്കിൽ ഒന്നും അറിയാതെ മട്ടിൽ വലിയ ഗമയിൽ തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ ലേഡി കൂട്ടുകാരിയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവരെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വന്നതാണോ? അല്ല മാഡം, അവരുടെ കൂട്ടുകാരിയെയും കൂട്ടിക്കൊണ്ട് വന്നതാണ്. എന്നിട്ട് അവരെ ലേഡിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ശരി ശരി. അപ്പോഴാണ് ചന്ദ്രമതി കൂട്ടുകാരിയെ വിളിച്ചിട്ട്, മോളെ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു ജ്യൂസ് മേടിച്ച് തരുമോയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട്, ആൻറ്റി ഇവിടെ സ്റ്റാഫൊക്കെ കുറവാണ്, അപ്പോൾ അത് എങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയണം, ഓ അതൊന്നും സാരമില്ല, ഞങ്ങളുടെ ബ്യൂട്ടി പാർലറല്ലേ ഇത്, ഞാൻ തന്നെ എടുത്ത് കുടിച്ചോളാം എന്ന് പറയുകയാണ്. അപ്പോൾ ലേഡി ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ബ്യൂട്ടി പാർലറിനോ? ഇതെന്താ ഇവിടെ വരുന്നവരെയെല്ലാം നിങ്ങൾ ഉള്ളിലോട്ട് കയറ്റുകയാണോ? അതിനെന്തിനാ അത്രയും സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കുന്നതെന്നൊക്കെ കൂട്ടുകാരിയോട് ദേഷ്യപ്പെടുകയാണ് ആ ലേഡി. അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട് കേട്ടോ, മേഡം അത് ശ്രുതിയുടെ ഒരു അടുത്ത ബന്ധുവാണ്, ഏത് ബന്ധുവാണെങ്കിലും വേണ്ടിയില്ല, ആരെയും ഉള്ളിൽ കയറ്റാൻ പറ്റില്ല, ജ്യൂസ് വേണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി എടുത്തു കൊടുക്കുക എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ ചന്ദ്രമതി കേൾക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി പറയുന്നുണ്ട്, ഇത് എൻ്റെ പാർലറാണ്, എൻ്റെ പാർലറിൽ ഞാൻ ഇഷ്ടമുള്ളതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളിടത്തു നിന്ന് എടുക്കും. അപ്പോൾ ലേഡി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പാർലറോ? അതെങ്ങനെയാണ് നിങ്ങളുടെ പാർലറാകുന്നത്? അതെ അതെ, ഇത് എൻ്റെ അല്ല, എൻ്റെ മരുമകളുടെ പാർലറാണ്, എൻ്റെ പേരാണ് ഇതിന് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ചന്ദ്രമതി പറയുകയാണ്. നിങ്ങളുടെ പേരോ? നിങ്ങൾ പുറത്ത് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, ഗ്രീൻ ബ്രാൻഡ്, അതാണോ നിങ്ങളുടെ പേര്? ഇത് എൻ്റെ ബ്യൂട്ടി പാർലറാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി കൂട്ടുകാരോട് പറയുന്നുണ്ട്, മോളെ ഇവരുടെ ഈ സ്വഭാവമൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, ഇവരുടെ ഒരു ഇതും ഇവിടെ വേണ്ട, ഇവരുടെ ഒരു പൈസയും വേണ്ട, ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്ക്. അപ്പോൾ കൂട്ടുകാരി പറയണം, ആൻറ്റി ഒന്നും മിണ്ടാതിരിക്കേ. അതെന്താ മോളെ നീ അങ്ങനെയൊക്കെ പറയുന്നേ? ഈ സ്ത്രീ എന്നെ എതിർത്ത് സംസാരിച്ചെന്ന് എൻ്റെ ശ്രുതിമോൾ അറിഞ്ഞാൽ മോളുടെ ജോലി വരെ ഇവിടെ നിന്ന് തെറിക്കും. അതും മോൾക്ക് മനസ്സിലായോ?
നിങ്ങൾ എന്തേ ഈ പറയുന്നത്? നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങി തരാവോ? ഇത് എൻ്റെ ബ്യൂട്ടി പാർലറാണ്. ശ്രുതി ഇവിടുത്തെ സ്റ്റാഫും. ഞാൻ ശ്രുതിയെ ഇവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വരുന്ന ഗസ്റ്റുകളെല്ലാം അപമാനിക്കാനല്ല ഞാൻ ഇവിടെ ഈ ബ്യൂട്ടി പാർലർ തുടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ലേഡി പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഇതെങ്ങാനും എൻ്റെ ശ്രുതിമോൾ കേട്ടാലുണ്ടല്ലോ, നിങ്ങളുടെ ബ്യൂട്ടി പാർലറാണോ? ഇത് എൻ്റെ ബ്യൂട്ടി പാർലറാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങുക. അപ്പോൾ സുഷ്മ ചോദിക്കുന്നുണ്ട്, ചന്ദ്ര നീ എന്തിനാ വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്താ ചന്ദ്ര ഇവിടുത്തെ പ്രശ്നം? ഒന്നുമില്ല സുഷ്മി, ഇവർ വെറുതെ എന്തൊക്കെയോ പറയുക. എൻ്റെ മോളുടെ ബ്യൂട്ടി പാർലറാണിത്, എന്നിട്ട് ഇവർ പറയും ഇവരുടെ ബ്യൂട്ടി പാർലറാണ്. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത് കേൾക്കുമ്പോൾ ആ ലേഡിക്ക് നല്ല ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ. ലേഡി ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്തിയേ? ശ്രുതി എവിടെ? അപ്പോൾ കൂട്ടുകാർ പറയാണ്, മേഡം ശ്രുതി പുറത്തു പോയിരിക്കുകയാണ്, ഒരു വർക്കുണ്ട് അതിനുവേണ്ടി പോയിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെ ജോലിയുണ്ട്, അപ്പോഴാണോ പുറത്തു പോയിരിക്കുന്നത്? എന്തിനാ വെറുതെയാണോ ശമ്പളം വാങ്ങുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എൻ്റെ ശ്രുതിമോൾ എവിടെയാണ് പോയിരിക്കുന്നതെന്നൊക്കെ ഇവളോട് എന്തിനാ പറയേണ്ട ആവശ്യം എന്നൊക്കെ കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട്, ആൻറ്റി ദയവ് ചെയ്തൊന്നും മിണ്ടാതിരിക്കുക, ഞാൻ ഈ പ്രശ്നമൊന്നും ഒഴിവാക്കട്ടെ. അപ്പോൾ ലേഡി പറയുകയാണ്, നിങ്ങൾ ഇവരെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കുക, ഇവരെ ഇവിടെ ആവശ്യമില്ല, ഇവരെന്തൊക്കെയാണ് ഈ വിളിച്ചു പോകുന്നത്? ഇവർക്ക് തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, നിങ്ങൾക്കാണ് തലയ്ക്ക് കുഴപ്പം, എനിക്കൊരു കുഴപ്പമില്ല, ഇതെൻ്റെ മരുമകളുടെ ബ്യൂട്ടി പാർലറാണ് എന്നൊക്കെ പറയുമ്പോൾ ലേഡി പറയുന്നുണ്ട്, നിങ്ങളുടെ മരുമകളായ ശ്രുതിയോ? ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ അല്ല ഇത്. ഞാൻ ശ്രുതിയെ ഇവിടെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നതാണ്. ഇത് എൻ്റെ ബ്യൂട്ടി പാർലറാണ്, എൻ്റെ ബ്യൂട്ടി പാർലർ ഗ്രീൻ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ തെളിവുകളും അവരെ ചന്ദ്രമതിയെ കാണിക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രമതിക്ക് സത്യം മനസ്സിലാകുന്നത്. അപ്പോൾ ചന്ദ്രമതിക്ക് ഒരുപാട് വിഷമമാകുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ശ്രുതിയുടെ അല്ല ബ്യൂട്ടി പാർലറെന്നും ശ്രുതി അവിടെ ജോലിക്ക് നിൽക്കുന്നതാണെന്നും ശ്രുതിക്ക് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ ഒന്നും ഇല്ലെന്നും ശ്രുതിയുടെ അച്ഛൻ ശ്രുതിക്ക് ബ്യൂട്ടി പാർലറൊന്നും കൊടുത്തിട്ടില്ലെന്നൊക്കെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആകെ നെഞ്ച് തകർന്ന് നിൽക്കുകയാണ് ചന്ദ്രമതി.